മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയിലേക്ക് വീണ്ടും ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും രേവതിക്കുട്ടിയുടെയും ഒപ്പം അലീനയും ഷെറിനും എറണാകുളത്തേക്ക് യാത്രയായി. അതോടെ കുളത്തുപുഴയിലെ വീട്ടിൽ ആളും അനക്കവും ഇല്ലാത്തതുപോലെയായി. പ്രാവുകൾ കുറുകുന്നതും നായ്ക്കൾ മുരളുന്നതും വൃക്ഷലതാദികളിലിരുന്ന് ചീവീടുകൾ അലയ്ക്കുന്നതുമെല്ലാം ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. മുൻപ് ഈ ശബ്ദങ്ങളൊന്നും കേൾക്കാനേ ഇല്ലായിരുന്നു. കടുത്ത ഏകാന്തതകളിലാണ് മനുഷ്യർ പ്രകൃതിയുടെ ശബ്ദം തിരിച്ചറിയുന്നത് എന്ന് സ്റ്റാൻലി അപ്പോൾ ഓർത്തു. പക്ഷെ 3 മാസങ്ങൾക്ക് മുൻപും ഈ വീടിനുള്ളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്നാൽ അപ്പോഴൊന്നും ഇതുപോലൊരു ശൂന്യതയും ഏകാന്തതയും അനുഭവപ്പെട്ടിട്ടില്ല. ഔതക്കുട്ടിച്ചായൻ വരുന്നതും പോകുന്നതും ഒന്നും സ്റ്റാൻലിയിൽ ഒരു ചലനവും സൃഷ്ടിച്ചിരുന്നില്ല. എന്നാൽ അലീന പോയി കഴിഞ്ഞപ്പോൾ ഇതൊരു ഒഴിഞ്ഞ വീട് പോലെയായിപ്പോയി എന്ന് അയാൾക്ക് തോന്നി. അവൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെ ഇത്രമേൽ സജീവമാക്കിയിരുന്നുവെന്ന് ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. മദ്യക്കുപ്പിയും സോഡയും ഐസ് ക്യൂബുകളും എടുത്തു വെച്ച് അയാൾ മദ്യപിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മൊബൈലിൽ അലീനയുടെ കോൾ വന്നു. പപ്പയോടെ എന്ത് ചെയ്യുക? ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. കള്ളത്തരം മറയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ തന്നെ അയാളുടെ ശബ്ദത്തിലൊരു പരിങ്ങലുണ്ടായി. ഞാനില്ലാത്ത തക്കം നോക്കി ലാവിഷായിട്ട് കുടി തുടങ്ങി കാണും അല്ലേ? എനിക്കറിയാം. ഇല്ല, തുടങ്ങിയില്ല. കുടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് ശരി. രാവിലെ എത്ര കഴിച്ചു? 2 പെഗ്. കഴിക്കാത്ത ഒരു പെഗിന്റെ പൈസ നിന്റെ പെട്ടിലിട്ടിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ എത്ര കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? 1 ഞാൻ കുറച്ചേക്കാം. 1 പെഗ്ഗേ കുടിക്കാവുള്ളൂ കേട്ടോ. ഇല്ല, 2. പപ്പ പ്ലീസ്, 1 മതി. അതൊക്കെ വിട്. ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ കരുനാഗപ്പള്ളി കഴിഞ്ഞു. അല്ല പപ്പ, മറ്റേ ഫോൺ നമ്പർ കണ്ടുപിടിച്ചോ? ഞാനതങ്ങ് മറന്നുപോയി. പപ്പ പ്ലീസ്, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇല്ലില്ല, ഞാൻ ഇന്ന് തന്നെ അതിനുവേണ്ടി ട്രൈ ചെയ്യാം. പപ്പ വല്ലതും കഴിച്ചോ? ഊണ് കഴിക്കാനുള്ള സമയമാകുന്നതല്ലേ ഉള്ളൂ. എങ്കിൽ ഞാൻ വെച്ചോട്ടെ പപ്പ. ശരി. ഫോൺ വെച്ചിട്ട് സ്റ്റാൻലി അളവ് കൃത്യം നോക്കി 1.5 പെഗ് ഒഴിച്ചു. സോഡ ഒഴിച്ചു നേർപ്പിച്ചു. അയാളുടെ മനസ്സിൽ തോന്നിയ ശൂന്യത പെട്ടെന്നില്ലാതെയായി. ഏകാന്തതയിലേക്ക് ഒരു ഉന്മേഷം കടന്നു വന്നു. കൃത്യസമയത്ത് അലീന വിളിച്ചിരിക്കുന്നു. താൻ ആഗ്രഹിച്ചപ്പോൾ വിളിച്ചതുപോലെ തന്നെയാണ് അയാൾക്ക് തോന്നിയത്. ആൻഡപ്പനെ വിളിച്ച് ഊണ് വിളമ്പാൻ പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം സ്റ്റാൻലി ടെലഫോൺ ഡയറക്ടറി എടുത്തു. മേരിക്കുട്ടിയുടെ കോൺവെന്റ് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞു. കാണാഞ്ഞ് അയാൾ അച്ഛന്മാരും കന്യാസ്ത്രീകളുമുള്ള കുടുംബത്തിലെ ചില സുഹൃത്തുക്കളെ വിളിച്ച് അതേപ്പറ്റി അന്വേഷിക്കുവാൻ ഏൽപ്പിച്ചു. ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും മറുപടി കിട്ടി. ചങ്ങനാശ്ശേരിയിൽ ഒരു കോൺവെന്റ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടുത്താണത്. പക്ഷേ നമ്പർ അറിയില്ല. ഫോൺ ചെയ്ത് ചോദിക്കുന്നതിനേക്കാൾ നേരിട്ട് അന്വേഷിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടുവാൻ സഹായകരമാകുക എന്ന് സ്റ്റാൻലിക്ക് അപ്പോൾ തോന്നി. ആൻഡപ്പനെയും കൂട്ടി അയാൾ പുനലൂർ, അടൂർ, പന്തളം വഴി ചങ്ങനാശ്ശേരിക്ക് കാർ ഓടിച്ചു പോയി. താൻ ചോദിച്ചപ്പോൾ മേരിക്കുട്ടിയുടെ ശരിയായ ഫോൺ നമ്പർ തരാതിരുന്ന അനുജന്മാരോടുള്ള വാശിയും സ്റ്റാൻലിയുടെ യാത്രയ്ക്ക് പ്രേരകമായി. തുടർന്ന് കാണുന്നത് അലീനയും കൂട്ടരും എറണാകുളത്തേക്ക് എത്തിയ ശേഷമുള്ള കാഴ്ചകളാണ്. വലിയൊരു ഇരുമ്പ് ഗേറ്റ്, നടപ്പാതയുടെ ഒരു വശത്ത് പുൽത്തകിടി, മറുവശത്ത് പൂച്ചെടിച്ചട്ടികൾ. ഒരേ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. കാർ പോർച്ചിനപ്പുറം ജിജോ ബൈക്ക് വെക്കാനുള്ള സ്ഥലം അത് ശൂന്യമായി കിടക്കുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. കഴിഞ്ഞ ജന്മത്തിൽ താൻ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന, തനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന വിശുദ്ധമായൊരു സ്ഥലത്തേക്ക് വീണ്ടും പ്രവേശിച്ചതുപോലെയാണ് ഷെറിന് തോന്നിയത്. സിറ്റൗട്ടിലെ ടീപ്പോയ് മേൽ പത്രമാസികകൾ കിടപ്പുണ്ടായിരുന്നു. ഗ്രേസമ്മ താക്കോലിട്ട് വാതിൽ തുറന്നു. ഷെറിന്റെ കൈക്ക് പിടിച്ച് അവരകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷെറിൻ സ്മരണകളുടെ തിരശീലകൾ വകഞ്ഞുമാറ്റി ഒരു സ്വപ്നലോകത്ത് എത്തിപ്പെട്ടതുപോലെ നിശബ്ദയായിരുന്നു. അവൾ വികാരാധീനയായിരിക്കുന്നുവെന്ന് ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി. തൻ്റെ മകനോടൊപ്പം അവൾ എത്രയോ തവണ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു. ചില വീക്കെൻഡുകളിൽ ഇവിടെ താമസിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. അന്ന് അവളൊരു കുസൃതിക്കാരിയായിരുന്നു. മുകളിലേക്കുള്ള കോണിപ്പടികൾ ഒരിക്കലും അവൾ നടന്നു കയറുന്നത് ഗ്രേസമ്മ കണ്ടിട്ടില്ല. ഓടിക്കയറുകയും ചാടിയിറങ്ങുകയും. അവളുടെ സംഭാഷണത്തിന് സ്പീഡ് കുറച്ച് കൂടുതലാണെന്ന് മാമച്ചായൻ അന്നേ പരാതി പറയുമായിരുന്നു. ഇങ്ങനെ ചടുപിടുന്നതിനെ പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ ഓടാൻ നിൽക്കുന്നേ? പറയുന്നതിൽ പാതിയും എനിക്ക് തിരിയുന്നില്ലല്ലോ. അതെ, അങ്കിളുടെ ചെവിക്ക് വാക്കുകൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നതിനുള്ള ശേഷി കുറഞ്ഞു വരികയാണ്. അതായിരുന്നു അന്ന് ഷെറിന്റെ മറുപടി. പാറിപ്പറന്ന് നടക്കുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും തെന്നി വീഴുമെന്ന് തോന്നിപ്പോകും. അവളുടെ ചുരിദാറിന്റെ ഷാൾ എപ്പോഴും പിന്നോട്ട് പറന്നു കിടന്നു. താഴത്തെ നിലയിൽ വെച്ച് അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ മുകളിലത്തെ നിലയിൽ നിന്നായിരിക്കും മറുപടി കിട്ടുക എന്ന് ജോമോൻ അവളെ കളിയാക്കാറുണ്ടായിരുന്നു. ചോദ്യത്തിനും ഉത്തരത്തിനുമിടയിൽ അവൾ മുകളിലെത്തിയിരിക്കും. മാൻകുട്ടി എന്നാണ് മാമച്ചനെ കളിയാക്കി വിളിച്ചിരുന്നത്. ചടുലമായ നീക്കത്തിനിടയിൽ പെട്ടെന്ന് തല ഉയർത്തി എന്തോ മറന്നതുപോലെ കാതോർത്ത് ഒരു നിമിഷം നിൽക്കും. വീണ്ടും ഓട്ടം ആരംഭിക്കും. ജോമോനും ഷെറിനും തമ്മിൽ ചില ഒളിച്ചുകളികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഗ്രേസമ്മ ഇപ്പോഴും ഓർത്തു. നിമിഷ നേരം കൊണ്ട് രണ്ടുപേരും ഒരു തൂണിനപ്പുറം, അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ മറവിൽ, അതുമല്ലെങ്കിൽ ഒരു ഡോർ കർട്ടന്റെ മറവിൽ അപ്രത്യക്ഷരാകും. 2 നിമിഷത്തിനുള്ളിൽ 2 സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. എങ്കിലും രണ്ടുപേരുടെയും മുഖത്തെ കള്ളത്തരം അത് തിരിച്ചറിയാൻ പറ്റും. ഷെറിന്റെ മുഖം അരുണാഭമായിരിക്കും. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഒരാലിംഗനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഉമ്മ കൈമാറിയിട്ടുണ്ട്.
ഒരിക്കൽ ജോമോന്റെ മുറിക്കപ്പുറത്ത് സിറ്റൗട്ടിൽ ഒരു കാഴ്ച കണ്ടു. കാറ്റടിച്ച് ഡോർ കർട്ടൻ ഒരു വശത്തേക്ക് പാറിപ്പോയിരുന്നു. പാരപ്പറ്റിനു മീതെയുള്ള ഗ്രില്ലിൽ പിടിച്ച് ചക്രവാളം നോക്കി നിൽക്കുന്ന ഷെറിൻ. പിന്നിലൂടെ പതുങ്ങിച്ചെന്ന് അവളുടെ വയറിനു മീതെ കൈ ചുറ്റി കെട്ടിപ്പിടിക്കുന്ന ജോമോൻ. അവളൊന്ന് ചൂളിക്കൂടി. പിന്നെ വിധേയത്വത്തോടെ അവന്റെ ചുമലിലേക്ക് ശിരസ് ചാരി നിന്നു. താൻ ശബ്ദമുണ്ടാക്കാതെ തിരികെ പോന്നത് ഗ്രേസമ്മ അപ്പോൾ ഓർത്തു. ആ പെൺകുട്ടിയെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് വിശ്വസിക്കുവാൻ പ്രയാസം. ഗ്രേസമ്മ ഷെറിനെ നോക്കി വിഷാദത്തോടെ നിന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് പോലെ മന്ദമായ ചലനങ്ങൾ, ദുർബലമായ ശബ്ദം, ബുദ്ധിമാന്ദ്യം പിടിപെട്ടതുപോലെ ശൂന്യമായ നോട്ടം. പഴയ കുസൃതി കലർന്ന പൊട്ടിച്ചിരിക്ക് പകരം ഒരു തണുത്ത ചിരിയോ മന്ദഹാസമോ വല്ലപ്പോഴും മാത്രം. വിധി ഒരു ജീവിതത്തെ ഇതുപോലെ നിർദ്ദയം നിലത്തടിച്ച് ചതച്ചു കളയുമോ? ഗ്രേസമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അടുത്തതായി കാണുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള സെന്റ് ജോസഫ് കോൺവെന്റിന്റെ ഗേറ്റിന് മുൻപിൽ സ്റ്റാൻലി എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. കോൺവെന്റും സ്കൂളും അടങ്ങിയ വിശാലമായ വളപ്പ്. ചെറിയൊരു കുന്നിന്റെ മുകളിലാണ് കോൺവെന്റ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാൻലി കാറിൽ നിന്നും ഇറങ്ങി. കുന്നിന് താഴെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു തീവണ്ടി വന്നു ചേരുന്നത് കാണാമായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് സ്റ്റാൻലി കാത്തു നിന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഒരു സിസ്റ്റർ വന്ന് വാതിൽ തുറന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. ഉടൻ തന്നെ വളച്ചുകെട്ടുകളില്ലാതെ സ്റ്റാൻലി തന്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തി. എൻ്റെ സിസ്റ്റർ മരിയ ജോസഫൈൻ സിലിഗുരിയിലെ നിങ്ങളുടെ കോൺവെന്റിലായിരുന്നു. അവിടുത്തെ ഫോൺ നമ്പർ മിസ്സായി. അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അത്രയും കേട്ടപ്പോഴേക്കും കയറിയിരിക്കുവാൻ ക്ഷണിച്ചിട്ട് കന്യാസ്ത്രീ അകത്തേക്ക് പോയി. സന്ദർശകർക്കുള്ള ഇരിപ്പിടത്തിൽ സ്റ്റാൻലി ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു സിസ്റ്റർ വന്ന് കാര്യം തിരക്കി. സ്റ്റാൻലി തന്റെ ആവശ്യം ആവർത്തിച്ചു. എൻ്റെ പേര് ക്രിസ്ത്യൻ. മരിയ ജോസഫൈനെ എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു പണ്ട്. തുടർന്ന് സിലിഗുരിയിലെ നമ്പർ സിസ്റ്റർ നോക്കിയെടുത്ത് സ്റ്റാൻലിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, അതെ, മരിയ ജോസഫൈൻ സിലിഗുരിയിൽ നിന്നും സ്ഥലം മാറ്റമായെന്ന് ആരോ പറഞ്ഞു കേട്ടു കേട്ടോ. ഓ, അത് ശരി. എങ്ങോട്ടാണെന്നറിയാമോ? ഇല്ല, അതേപ്പറ്റി എനിക്കറിയില്ല. അവിടെ മാറ്റം കിട്ടുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ട്? അങ്ങനെ ചോദിച്ചാൽ കൽക്കട്ടയ്ക്ക് വരാം, അല്ലെങ്കിൽ ഡാർജിലിംഗ്, കാലിങ്, പോങ്, മാർത്താം, പാക്യോങ്, ഏതു വേണമെങ്കിലും ആകാം. ആ കോൺവെന്റുകളുടെ നമ്പർ കൂടി തരാമോ? അപ്പോൾ ആ സിസ്റ്റർ പറയുകയാണ്, നിങ്ങൾ സിലിഗുരിയിലേക്ക് വിളിക്കുമ്പോൾ തന്നെ അവർ പറയും എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചത്, ഇത്രയും യാത്ര ചെയ്ത് ഞാൻ വന്നതല്ലേ. സിലിഗുരിയിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചോദിച്ചതാണ്. ഉടൻ തന്നെ സിസ്റ്റർ ക്രിസ്റ്റീൻ മറ്റു കോൺവെന്റുകളുടെ നമ്പരും കൊടുത്തു. സ്റ്റാൻലി നന്ദി പറഞ്ഞ് അവിടെ ഒന്ന് ഇറങ്ങി. കാർ ഓടിച്ച് തിരിച്ച് കുളത്തുപുഴയിലെത്തിയപ്പോൾ 6 മണിയായി. വീടിനുള്ളിൽ കയറിയ ഉടൻ തന്നെ സിലിഗുരിയിലെ കോൺവെന്റിലേക്ക് വിളിച്ച് മരിയ ജോസഫൈൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. മരിയ ജോസഫൈൻ ഇപ്പോൾ പാക്യോങ്ങിലാണ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സ്റ്റാൻലി അവിടെ നിന്നും പാക്യോങ്ങിലെ നമ്പർ വാങ്ങി. എന്നിട്ട് ഉടൻ തന്നെ സിസ്റ്റർ ക്രിസ്റ്റീൻ തന്ന നമ്പരുമായി അത് ഒത്തുനോക്കി. അതെ, രണ്ടും ഒന്ന് തന്നെയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ സ്റ്റാൻലി പാക്യോങ്ങിലെ കോൺവെന്റിലേക്ക് ഫോൺ ചെയ്ത് സിസ്റ്റർ മരിയ ജോസഫൈനെ വേണമെന്നാവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഫോൺ എടുത്തയാൾ മറുവശത്തു നിന്നും ചോദ്യം ഉന്നയിച്ചു. ഈ വിളിക്കുന്ന നിങ്ങൾ ആരാണ്? ഞാൻ മരിയ ജോസഫൈൻ്റെ ബ്രദറാണ്. അതെ, ഇപ്പോൾ പ്രയറിൻ്റെ സമയമാണ്. ഒരു 7 മണി കഴിഞ്ഞിട്ട് വിളിക്കൂ. സ്റ്റാൻലി ഫോൺ വെച്ചിട്ട് ആൻറ്റപ്പനെ വിളിച്ച് മദ്യവും സോഡയും ഐസും എടുത്തു വെക്കാൻ നിർദ്ദേശിച്ചു. അതിനുശേഷം പോയി കുളിച്ചു വേഷം മാറി വന്നു. 2 പെഗ് കഴിച്ചപ്പോൾ ഒരു മൂടായി. കൃത്യം 7 മണിക്ക് തന്നെ സ്റ്റാൻലി പാക്യോങ് കോൺവെന്റിലേക്ക് ഡയൽ ചെയ്തു. ആദ്യം ഫോൺ എടുത്ത കന്യാസ്ത്രീ ആരാണ് വിളിക്കുന്നത്, എന്താണ് കാര്യമെന്നെല്ലാം ചോദിച്ച ശേഷം ഫോൺ മരിയ ജോസഫൈന് കൈമാറി. അകലെ നിന്നെന്നോണം അവ്യക്തമായൊരു ശബ്ദം. ഹലോ, മേരിക്കുട്ടിയാണോടി? അതെ. കുഞ്ഞാഞ്ഞയാണോ? ഹാ, നിന്റെ നമ്പർ തപ്പിയെടുക്കാൻ ഞാൻ എവിടെയെല്ലാം ചെന്ന് അന്വേഷിക്കണം. ഉടനെ മേരിക്കുട്ടി, എൻ്റെ നമ്പർ ആവശ്യമുള്ളവർ അതെല്ലാം നേരത്തെ ചോദിച്ചന്വേഷിച്ചറിഞ്ഞു വെക്കും. കുഞ്ഞാഞ്ഞ ഇന്നേ വരെ ഒരു തവണയെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ വന്നാൽ കാണാൻ പോലും വരാത്ത ആളല്ലേ. നിന്റെ നമ്പർ അറിയാവുന്നത് എൻ്റെ അനുജന്മാർക്കല്ലേ. അവരോട് ചോദിച്ചപ്പോൾ ഒരു കള്ള നമ്പറാണ് അവരെനിക്ക് തന്നത്. അത് കുഞ്ഞാഞ്ഞ അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് നിന്റെ ക്ഷേമം അന്വേഷിക്കാനോ വിശേഷം വിളമ്പാനോ അല്ല. റാണിയുടെ 6 വയസ്സുള്ള ഒരു മകളെ നിന്റെ അടുത്ത് വളർത്തുവാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞു. എവിടെയാണ് ആ കുട്ടി? 6 വയസ്സുള്ള കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ചെന്നോ? ആരേൽപ്പിച്ചു? കുഞ്ഞാഞ്ഞ എന്നെ വളർത്താനൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ കുട്ടിയെ. ഞാനല്ല, നിന്റെ അപ്പൻ, പിന്നെ നിന്റെ ഇളയ ആങ്ങളമാരും, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി നിന്റെ കയ്യിൽ ഏൽപ്പിച്ച കുട്ടിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവരേൽപ്പിച്ചെങ്കിൽ ഞാൻ അവർ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞോളാം. അത് പോരല്ലോ മേരിക്കുട്ടി, നീ ഉത്തരം പറയണം. റാണി ചോദിക്കുമ്പോഴും നീ കടുകിട തെറ്റാതെ അവൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും. അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറുവശത്തു നിന്നും ശബ്ദം വരുവാൻ അല്പം സമയതാമസമെടുത്തു. തുടർന്ന് മേരിക്കുട്ടി പറയുകയാണ്, ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഓഹോ, അത് ശരി. അപ്പോൾ അപ്പച്ചനെ സമ്മതിച്ചല്ലോടി കുട്ടി ജീവനോടെ ഉണ്ടെന്ന്? അപ്പച്ചന് സത്യം അറിയില്ല. എങ്കിൽ പിന്നെ നീ ആ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. എൻ്റെ മുൻപിലല്ല, കോടതിയിൽ. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ഭീഷണി കലർന്നു.
തുടർന്ന് കാണുന്നത് ഔസേപ്പച്ചന്റെ വീട്ടിലെ രംഗങ്ങളാണ്. റബ്ബർ ഷീറ്റുകളുടെ കെട്ടുകൾ ജീപ്പിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് വത്സമ്മ വന്ന് ഔസേപ്പച്ചനെ വിളിച്ചത്. എന്നിട്ട് പറയുകയാണ്, ഒരു ഫോണുണ്ട്. ഇപ്പം നേരമില്ലെന്ന് പറ. എൻ്റെ അച്ഛാ, ഇത് വേറെ ആരുമല്ല, മേരിക്കുട്ടി ചേച്ചിയാ, ബംഗാളിന്ന്. ഹോൾഡ് ചെയ്യുക. ഷെടാ, ഇത് ആദ്യം പറയണ്ടേ. ഔസേപ്പച്ചൻ തിടുക്കത്തിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മാറ്റിവെച്ചിരുന്ന റിസീവർ ധൃതിയിലെടുത്ത് ഹലോ പറഞ്ഞു. അപ്പോൾ അങ്ങേ തലയ്ക്കരുന്നുള്ള ശബ്ദം. ഔസേപ്പച്ച, ഞാൻ വിളിച്ചതൊരു അത്യാവശ്യ കാര്യം പറയാനാ. ഇന്നലെ രാത്രി കുഞ്ഞാഞ്ഞ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങോട്ട് വിളിച്ചു? പാക്കിയോങ്ങിലോട്ട്. എനിക്ക് പോലും അറിയത്തില്ലല്ലോ അവിടുത്തെ നമ്പർ. പിന്നെ ലാലിച്ചായൻ അതെങ്ങനെ കിട്ടി? ഔസേപ്പച്ചൻ അന്തം വിട്ടു നിൽക്കുകയാണ്. അതാ എനിക്കും അതിശയം. അല്ല, വിളിച്ചിട്ട് എന്തു പറഞ്ഞു? റാണിമോളുടെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചു. എന്നിട്ട് ചേച്ചി എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു ആ കൊച്ചു ജീവിച്ചിരിപ്പില്ലെന്ന്. അതെന്നാ വർത്തമാനമാ ചേച്ചി? ഞാനും ആൽബിയും റോബിയും അപ്പച്ചനും പറഞ്ഞത് കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നാ. ഇപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നുണയന്മാരായില്ലേ? കുഞ്ഞാഞ്ഞ രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നത്. എന്നോട് പറഞ്ഞു കൊച്ചു മരിച്ചു പോയെങ്കിൽ ആ മരണ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്ന്. അപ്പോൾ ഔസേപ്പച്ചൻ പറയുകയാണ്, ലാലിച്ചായൻ അവളെ കൊണ്ട് കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ചാൽ പ്രശ്നമാവും. ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും അതിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കാമായിരുന്നു. മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും മേരിക്കുട്ടി, അല്ല, നിങ്ങൾ എന്തിനാണ് ഈ റാണിയെ കുഞ്ഞാഞ്ഞയുടെ അടുത്തേക്ക് അയച്ചത്? അതുകൊണ്ടല്ലേ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്? ലാലിച്ചായൻ ചോദിച്ചപ്പോൾ വിടാതിരിക്കുന്നത് എങ്ങനെയാ? 3-4 ദിവസത്തേക്കൊന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. നിങ്ങളൊരു കാര്യം ചെയ്, 3 പേരും കൂടി അങ്ങ് കുളത്തുപുഴയിലോട്ട് ചെന്നിട്ട് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വാ. അല്ലെങ്കിലും തറവാട്ടിലല്ലേ അവൾ നിൽക്കേണ്ടത്? ഇത്രയും കാലം അവളുടെ കാര്യങ്ങൾ നോക്കിയത് നിങ്ങളാ. റാണിയെ തറവാട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ കേസിനും വഴക്കിനും ഒന്നും പോവില്ലല്ലോ. കുഞ്ഞാഞ്ഞയ്ക്ക് ഇതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടാകാൻ സാധ്യതയുമില്ല. മേരിക്കുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ അതാണ് ഏറ്റവും നല്ല പോംവഴിയെന്ന് ഔസേപ്പച്ചനും തോന്നി. അതുപോലെ ചെയ്യാമെന്ന് അയാൾ സമ്മതിച്ചു. അപ്പോൾ വീണ്ടും മേരിക്കുട്ടി ചോദിക്കുകയാണ്, കുഞ്ഞാഞ്ഞ ഇനിയും വിളിക്കുമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. വിളിക്കുമ്പോൾ ഞാൻ എന്തു പറയണം? റാണിയുടെ കൊച്ചിനെ മക്കളില്ലാത്ത ഒരു കൂട്ടർ ദത്തെടുത്തോണ്ട് പോയി എന്നങ്ങ് പറഞ്ഞാൽ മതി. അയ്യോ, അപ്പോ മരിച്ചുപോയെന്ന് ആദ്യം കള്ളം പറഞ്ഞത് എന്തിനാണ് എന്ന് കുഞ്ഞാഞ്ഞ ചോദിക്കില്ലേ? അതിനാണോ പോംവഴിയില്ലാത്തത്? അതൊരു വാശിക്ക് തർക്കുത്തരം പറഞ്ഞതാണെന്നങ്ങ് വരുത്തിയേക്കണം. കൊച്ചിനെ ദത്തെടുത്തത് ആരാണെന്ന് ചോദിച്ചാലോ? അത് പറയാൻ ദത്തെടുത്ത കൂട്ടരുമായി എഴുതിയ കരാറിൽ വ്യവസ്ഥയില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. ഉടനെ ഒരു വീണ്ടു വിചാരത്തിന്റെ ശബ്ദത്തിൽ മേരിക്കുട്ടി വിളിക്കുകയാണ്, എടാ ഔസേപ്പച്ച, ഒരു കള്ളത്തരം മറയ്ക്കാൻ എത്ര കള്ളങ്ങൾ പറയേണ്ടി വരും? ഉള്ള സത്യമങ്ങ് തുറന്നു പറയുന്നതല്ലേടാ നല്ലത്. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം അതോടെ തകർന്നു പോവില്ലേ? റാണിയുടെ കൊച്ചിനെ കൊട്ടാരമറ്റ തറവാട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നത് ചേച്ചിയൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. ആരുടെയെല്ലാം ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. റാണിക്ക് കല്യാണത്തിന് മുൻപുണ്ടായ കുട്ടിയാണെന്നും അതറിഞ്ഞിട്ട് അവളെ ഭർത്താവ് ഉപേക്ഷിച്ചെന്നുമൊക്കെ നാട് മുഴുവൻ പാട്ടാകത്തില്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ശരിയെന്ന് ഔസേപ്പച്ചനും സമ്മതിച്ചു. ഫോൺ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ അയാൾ 2 അനുജന്മാരെയും വിളിച്ചു. അടുത്ത ദിവസം തന്നെ കുളത്തുപുഴയിൽ പോയി ഷെറിനെ തിരികെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ശട്ടം കെട്ടുകയും ചെയ്തു. വീണ്ടും എറണാകുളത്തെ ദൃശ്യങ്ങൾ. വാതിലിന് മുകളിൽ ജിജോയുടെ പൂമാലയിട്ട വലിയ ഫോട്ടോ ഭംഗിയായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഷെറിൻ ആ ഫോട്ടോയിലേക്ക് നോക്കി 2 നിമിഷം മൗനമായി നിന്നു. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്ന് ആ ചിത്രം നിശബ്ദമായി പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഷെറിന്റെ മനസ്സിലേക്ക് ജിജോ മരിച്ചുപോയി എന്ന ഓർമ്മ കടന്നു വന്നതേയില്ല. മറിച്ച് അവനുള്ള ഒരു ലോകത്തിലേക്ക് അത്ഭുതകരമായി താൻ എത്തിച്ചേർന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത്. രേവതിക്കുട്ടി വാതിൽ തുറന്നു. എന്നിട്ട് പറയുകയാണ്, ജിജോമോന്റെ മുറിയായിരുന്നു ഇത്. എനിക്കറിയാം. അവൾ എത്രയോ വട്ടം ഈ മുറിയിൽ കടന്നു വന്നിട്ടുണ്ട്. എന്തെല്ലാം കുസൃതികൾ, എന്തെല്ലാം ഒളിച്ചുകളികൾ, എന്തെല്ലാം കളി തമാശകൾ ഈ മുറിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് ജിജോയുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടതും വഴക്കടിച്ചതും പിണങ്ങിയതും പിന്നെ ഇണങ്ങിച്ചേർന്നതുമെല്ലാം ഷെറിന് ഓർമ്മ വന്നു. ജോ അന്ന് ഉപയോഗിച്ചിരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും അവൾ ആ മുറിയിൽ കണ്ടു. അവൻ്റെ ജേഴ്സി, ട്രാക്ക് സൂട്ട്, ഷട്ടിൽ ബാഡ്മിൻ്റൺ റാക്കറ്റ്, അവൻ്റെ പുസ്തകങ്ങൾ, മാസികകൾ, വസ്ത്രങ്ങൾ, ഷൂസുകൾ, പേന, പെൻ ഹോൾഡർ എന്നിങ്ങനെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അതേപടി തന്നെ അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഷെറിൻ അവയെ ഓരോന്നിലും മെല്ലെ തൊട്ട് തലോടി. ഷെറിൻ്റെയും ജിജോയുടെയും ഫോട്ടോകൾ ചേർത്ത് വെച്ച ടേബിൾ ഡയറി നോക്കി നിമിഷങ്ങളോളം അവൾ നിന്നു. ആ നിമിഷം ജിജോയുടെ സാന്നിധ്യം ആ മുറിയിൽ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സ്പർശിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, കാണാം. അവൻ കുസൃതി പറയുന്നത് കേൾക്കാം. അവനോട് വേണമെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം. അലീനയും ഗ്രേസമ്മയും വാതിൽക്കൽ തന്നെ നിന്നു. രേവതിക്കുട്ടി കത്തുകളുടെ പേടകമെടുത്ത് ഷെറിനെ കാണിച്ചു. ചേച്ചി, ജിജോമോൻ എഴുതിയ കത്തുകളാണ് ഇതിനുള്ളിൽ. ചേച്ചി ഗർഭിണിയായിരുന്നു എന്ന സത്യം ഇതിൽ നിന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഷെറിൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. തുടർന്ന് താജ്മഹലിന്റെ ആകൃതിയിലുള്ളൊരു ചെറിയ പേടകം തുറന്നു. അതിനുള്ളിൽ മഞ്ഞ റിബണിട്ട് കെട്ടിയ കത്തുകളുടെ ശേഖരം അവൾ കണ്ടു. അവളുടെ മുഖത്ത് വിവിധ വികാരങ്ങൾ അലതല്ലി. അവൾ ചില കത്തുകളെടുത്ത് തുറന്നു നോക്കി. അതിലൂടെ കണ്ണോടിച്ചു.
രേവതിക്കുട്ടി ഡയറി സൈസ് ഫോട്ടോ ആൽബം എടുത്ത് ഷെറിന്റെ നേർക്ക് നീട്ടി. അതിനുള്ളിൽ നിറയെ 6 വർഷം മുമ്പത്തെ ഫോട്ടോകളായിരുന്നു. ജിജോ തനിച്ചുള്ള പലതരം ഫോട്ടോകൾ, പല പ്രായത്തിലെടുത്തത്. ഷെറിന്റെയും ധാരാളം ഫോട്ടോകൾ അതിനുള്ളിലുണ്ടായിരുന്നു. ഷെറിൻ ആ ഫോട്ടോ ആൽബത്തിന്റെ പേജുകൾ മറച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്രേസമ്മയും അലീനയും ചുറ്റും വന്നു നിന്നു. അവരും ഫോട്ടോകൾ കാണുകയാണ്. മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും ജിജോയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഗ്രേസമ്മ സങ്കടപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ അവൻ മാത്രമില്ല, അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടായേനെ. അടുത്ത പേജിൽ ഷെറിനും ജിജോയും തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പടമായിരുന്നു. അതുകൂടി കണ്ടതോടെ ഗ്രേസമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്തൊരു ചേർച്ചയാണെന്ന് നോക്കിയേ രണ്ടുപേരും തമ്മിൽ. എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് വലത് കാലം വെച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടവളായിരുന്നില്ലേ ഇവൾ? എൻ്റെ മരുമോളായിട്ട് ഇവിടെ താമസിക്കേണ്ടവളായിരുന്നില്ലേ? ദൈവം എന്തിനാ അത്ര പെട്ടെന്ന് അവനെ തിരിച്ചങ്ങ് വിളിച്ചത്? അലീന ഷെറിനെ നോക്കി. അവളെയും സങ്കടം ബാധിക്കുമോ എന്നായിരുന്നു അലീനയുടെ പേടി. ഷെറിൻ മന്ദഹസിച്ചുകൊണ്ട് ഗ്രേസമ്മയുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. ജോ മരിച്ചെന്ന് ആര് പറഞ്ഞു? മരിച്ചിട്ടൊന്നുമില്ല ആൻറ്റി, ഇവിടെയുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ എവിടെയോ ജോയുടെ ജീവനും വളരുന്നുണ്ട്. ശാന്തവും ആഴമേറിയതുമായിരുന്നു ഷെറിന്റെ ശബ്ദം. ഗ്രേസമ്മയ്ക്കത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി. ഷെറിന്റെ ഫോട്ടോ ആൽബം രേവതിക്കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഗ്രേസമ്മയുടെ കയ്യും പിടിച്ച് അവൾ മുറി വിട്ടിറങ്ങി. മുൻപോട്ട് നടക്കുന്നതിനിടയിൽ രേവതിക്കുട്ടി ഷെറിനോട് ചോദിക്കുന്നുണ്ട്, ജിജോ മോനെ ഓർത്ത് ഷെറിൻ ചേച്ചിക്ക് സങ്കടമൊന്നുമില്ലേ? രേവതിക്കുട്ടി സംശയത്തിൽ അലീനയെ നോക്കി. അപ്പോൾ അലീന പറയുകയാണ്, റാണി ആൻറ്റിക്ക് ജിജോ മോൻ ഒരു മധുര നൊമ്പരമാണ്. നഷ്ടപ്പെട്ടതോർത്ത് ഒരിക്കൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. പിന്നെ എല്ലാ നഷ്ടങ്ങളെയും മായ്ച്ചു കളഞ്ഞ് ഒരു വലിയ നേട്ടമുണ്ടായി, ജിജോ മോൻ്റെ കുഞ്ഞ്. അതിനേക്കാൾ വലുതല്ല റാണി ആൻറ്റിക്ക് മറ്റൊന്നും. വൈകുന്നേരമായപ്പോൾ രേവതിക്കുട്ടി അലീനയെ മട്ടുപ്പാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാഴ്ച കാട്ടിക്കൊടുത്തു. താഴത്തെ പുൽത്തകിടിയിൽ തോളോട് തോൾ ചാരിയിരുന്ന് സംസാരിക്കുന്ന ഗ്രേസമ്മയും ഷെറിനും. മതിലിനോട് ചേർന്ന് നിരയൊത്തു നിൽക്കുന്ന കാറ്റാടി മരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ നൂൽനൂറ്റു വരുന്ന അന്തിവയിൽ പുൽത്തകിടിയിൽ അവിടവിടെ വീണ് കിടപ്പുണ്ട്. ഒരു വേള ഷെറിൻ ഗ്രേസമ്മയുടെ തോളത്ത് തല ചായ്ച്ചു. ഗ്രേസമ്മ എന്തോ പറഞ്ഞപ്പോൾ അവൾ അത് കേട്ട് ചിരിച്ചു. അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി അലീനയോട് പറയുകയാണ്, നല്ല ഇണക്കം അല്ലേ ചേച്ചി? അമ്മയും മോളും പോലെ തന്നെ. ഇപ്പോൾ കണ്ട റാണി ആൻറ്റി ഒരു രോഗിയാണെന്ന് പോലും തോന്നില്ല. ശരിയാ മോളെ, ഞാനും അങ്കിളും ആൻറ്റിയും കൂടി കഴിഞ്ഞ കൊല്ലം പുനലൂര് ചെന്ന് കാണുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ആ ഷെറിൻ ചേച്ചിയാണോ ഇതൊന്ന് സങ്കല്പിക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് മാറ്റം. അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, ഇപ്പോൾ ചില നേരത്ത് വല്ലാത്ത മൂഡൗട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതും പെട്ടെന്നങ്ങ് മാറിക്കൊള്ളും. ഇത് പറഞ്ഞിട്ട് അലീനയും രേവതിക്കുട്ടിയും അവരെ തന്നെ നോക്കി നിന്നു. ഷെറിൻ സന്തുഷ്ടയായി കാണപ്പെട്ടു. ആഗ്രഹിച്ചിരുന്ന ഒരു ലോകത്ത് എത്തിച്ചേർന്നതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. രാത്രിയിൽ അലീന രോഹിത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. താനും ഷെറിനും ഇപ്പോൾ എറണാകുളത്തുണ്ടെന്നറിയിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴെല്ലാം അപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അവൾ രോഹിത്തിനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. രോഹിത്ത് തിരിച്ചു. എറണാകുളം വിശേഷങ്ങൾ രോഹിത്തിനോട് വിസ്തരിച്ച ശേഷം അലീന ചോദിച്ചു, ബബിത എവിടെ? അവൾ ഉറങ്ങിയോ? ഏയ് ഇല്ല ചേച്ചി, അവൾ ഇവിടെ ഇല്ല. അവള് അമ്മയുടെ കൂടെ കൊല്ലപ്പള്ളിക്ക് പോയിരിക്കുകയാണ്. കൃഷ്ണമോളോ? ആ, കൃഷ്ണമോൾ ഉറങ്ങി. അച്ഛൻ വന്നില്ലേ? ആ, അച്ഛൻ വന്നു, അച്ഛൻ ഇവിടെ ഉണ്ട്. അല്ല, അവളില്ലേ ആ മരം കൊത്തി? അവളിവിടെ ഉണ്ട്. അവളുടെ കയ്യിൽ കൊടുക്കണോ ഫോൺ? അയ്യോ വേണ്ട ചേച്ചി, എനിക്ക് നാണക്കേടാ അലീന ചേച്ചി ഇരിക്കുമ്പോൾ അവളോട് സംസാരിക്കാൻ. മുൻപ് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ മുമ്പിൽ വെച്ചായിരുന്നല്ലോ രണ്ടുപേരും കൂടിയുള്ള ഡയലോഗ് മുഴുവനും. അതുപോലെ അല്ലല്ലോ ഇപ്പം. അത് ശരി, ഇപ്പം എന്തു പറ്റി പ്രത്യേകിച്ച്? ഇപ്പം എനിക്കറിയാലോ അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. അന്നും നീ എന്നെ ചേച്ചിയായിട്ടല്ലേടാ കണക്കാക്കിയിരുന്നത്? അതെ, എന്നാലും വ്യത്യാസമുണ്ട്. ശരി, എങ്കിൽ വേണ്ട. നീ അച്ഛന് ഫോണൊന്ന് കൊടുക്കുവോ? അതോ ഞാൻ അച്ഛൻ്റെ മൊബൈലിലേക്ക് നീ വിളിക്കണോ? ഇല്ല വേണ്ട ചേച്ചി, ഞാനിത് കൊടുക്കാം. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോടാ, എന്താ? ഞാനും കൂടി നാളെ എറണാകുളത്തേക്ക് വരട്ടെ. ആരെ കാണാനാ നീ ഇങ്ങോട്ട് വരുന്നേ? എന്നെ കാണാനാണോ അതോ മരം കൊത്തിയെ കാണാനാണോ? നിങ്ങളെ രണ്ടുപേരെയും കാണാനല്ല, ഒരു പുതുമുഖമുണ്ടല്ലോ അവിടെ, ഷെറിൻ ചേച്ചി. എടാ പോടാ കള്ള. അതിനായിരുന്നുവെങ്കിൽ നീ ഇപ്പം എന്നോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങ് വന്നാ പോരെ. അല്ല, അതല്ലല്ലോ ചേച്ചി അതിൻ്റെ ശരി. ആ, ഞാൻ സമ്മതിച്ചു, ശരി ശരി. ഇപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. എനിക്ക് ചേച്ചി നിങ്ങളെ 3 പേരെയും കൂടി ഒറ്റയടിക്ക് കാണാമല്ലോ, അതൊരു വലിയ ബോണസ് അല്ലേ, അതുകൊണ്ടാ. 3 പേരോ? അങ്കിളിനെയും ആൻറ്റിയും നീ വിട്ടുകളഞ്ഞോ? എൻ്റെ പൊന്നു മോനെ, അവരും കൂടി മനസ്സ് വെച്ചില്ലെങ്കിൽ എറണാകുളത്ത് വരാനും പോകാനുമുള്ള ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അലീന ചിരിയോടുകൂടി ഇത് പറഞ്ഞിട്ട് ഒളികണ്ണിട്ട് രേവതിക്കുട്ടിയെ ഒന്ന് നോക്കി. അവൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന മട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ രോഹിത് അപ്പുറത്തുനിന്ന് വീണ്ടും പറയുകയാണ്, ഫോണ് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കട്ടെ? ആ ശരി, കൊടുക്ക്. അലീന ഫോൺ കാതോട് ചേർത്ത് അല്പനേരം കാത്തു നിന്നു. ഹലോ, ബാലചന്ദ്രമേനോൻ്റെ സ്വരം അവൾ കേട്ടു.
അച്ഛാ ഞാനാ. ഓ, നിന്റെ സ്വരം കേട്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ മോളെ. ആ, ഒറിജിനൽ ഉള്ളപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് എന്തു വില അല്ലേ? ആഹാ, പരിഭവമാണല്ലോ. പരിഭവം മാത്രമല്ല, പരാതിയുമുണ്ട്. അച്ഛൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആര് പറഞ്ഞു അച്ഛനോട്? എൻ്റെ അനുജൻ്റെയും അനുജത്തിമാരുടെയും അച്ഛൻ എൻ്റെയും അച്ഛൻ തന്നെയാ. കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛനെ വിളിച്ചതല്ലേ, 3/4 മണിക്കൂറോളം അന്ന് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടാ ഇപ്പൊ പരാതി പറയുന്നേ. ആ ശരി, പരാതി പിൻവലിച്ചു. പരിഭവം ബാക്കിയുണ്ട് കേട്ടോ. മുൻപൊക്കെ നീ 2 ദിവസത്തിൽ ഒരിക്കൽ വിളിക്കുമായിരുന്നു. അയ്യോ അച്ഛാ, വിളിക്കേണ്ട ആളുകളുടെ എണ്ണം കൂടി. രോഹിത്തിനെ വിളിക്കണം, ബബിതയെ വിളിക്കണം, കൃഷ്ണമോളെ പ്രത്യേകം വിളിച്ചില്ലെങ്കിൽ അവൾക്ക് പരാതി, പിന്നെ രേവതിക്കുട്ടിയെ വിളിക്കണം. പുനലൂരുമുണ്ട് 3-4 കോള്. ഞാനൊരൊറ്റ ആളല്ലേ ഉള്ളൂ വിളിക്കാൻ. അതുകൊണ്ടാ. അച്ഛന് സുഖമല്ലേ? ആ, സുഖമാണെന്ന് പറയുന്നതല്ലേ മോളെ ഭംഗി. അച്ഛൻ്റെ ആഹാരക്രമമൊക്കെ ഞാൻ കൂടെ കൂടെ അന്വേഷിക്കുന്നുണ്ട്. ഒരു ദിവസം അച്ഛൻ കുടിച്ചിട്ട് വന്ന വിവരവും ഞാൻ അറിഞ്ഞു. അച്ഛൻ്റെ ഷർട്ടിൽ സിഗരറ്റിന്റെ പുകമണമുണ്ടായിരുന്നുവെന്നും കേട്ടു. ആഹാ, അമ്പട കേമി, അവിടെ ഇരുന്നു കൊണ്ട് CID വർക്ക് നടത്തുകയാണോ നിന്റെ മുഖ്യ പരിപാടി? ഈ സംഭാഷണങ്ങൾ തുടരുമ്പോൾ രേവതിക്കുട്ടി അലീനയുടെ കാൽമുട്ടുകൾക്ക് മീതെ തല ചായ്ച്ചു കിടക്കുകയാണ്. സ്നേഹാന്വേഷണങ്ങൾക്കൊടുവിൽ അലീന രോഹിത്തിന്റെ പ്രശ്നം അവതരിപ്പിച്ചു. അച്ഛാ, നാളെ രോഹിത്തിനെ എറണാകുളത്തേക്കൊന്ന് അയക്കുവോ? അവിടെ എന്താ വിശേഷം? താനിപ്പോൾ രേവതിക്കുട്ടിയുടെ കൂടെ എറണാകുളത്തുണ്ടെന്നും രോഹിത്തിനെ കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അലീനെ അറിയിച്ചു. അപ്പോൾ ബാലചന്ദ്രമേനോൻ, രോഹിത്തിനെ മാത്രം കണ്ടാൽ മതിയോ? മറ്റുള്ളവരെയും കാണണ്ടേ നിനക്ക്? എല്ലാവരെയും കാണാൻ കൊതിയുണ്ടച്ചാ, പക്ഷേ എനിക്കവിടെ വരുവാൻ അനുവാദമില്ലല്ലോ. മനുവിനെ നീ വിളിക്കാറുണ്ടോ? ഓർക്കാപ്പുറത്ത് ആ പേര് പരാമർശിക്കപ്പെട്ടതും അലീനയുടെ മുഖത്തൊരു ഭാവപ്പകർച്ചയുണ്ടായി. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടച്ചാ. പതിവായി വിളിക്കുന്നവരുടെ ലിസ്റ്റ് നീ വിവരിച്ചപ്പോൾ ആ പേര് മാത്രം കേട്ടില്ല. അവൻ നിന്നെ വിളിക്കാറില്ലേ? അതിന് മറുപടിയായി അലീന നഖം കടിച്ചുകൊണ്ട് പറയുകയാ, എന്നുമില്ലച്ചാ, ആഴ്ചയിൽ 2-3 തവണ. ആ, അവനിപ്പോൾ വലിയ പ്രതീക്ഷയാ. ഒടുക്കം അവൻ്റെ മനസ്സ് നീ ഇടിച്ചു കളയരുത്. ആ വാക്കിന് മറുപടി ഒന്നും നൽകാതെ അലീന മൗനമായി നിൽക്കുകയാണ്. അല്പനിമിഷങ്ങൾക്ക് ശേഷം ബാലേന്ദ്രമേനോന്റെ സ്വരം വീണ്ടും വന്നു. ആ ശരി, രോഹിത്തിനെ നാളെ വിട്ടേക്കാം. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഗുഡ് നൈറ്റ്. അലീന ഫോൺ വെച്ചിട്ട് രേവതിക്കുട്ടിയെ നോക്കി. അവൾ അപ്പോഴും അലീനയുടെ മടിയിൽ തന്നെ തലവെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഫോൺ കട്ടായി എന്ന് മനസ്സിലായപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, നാളെ വരുമോ ആ കൊരങ്ങൻ? പെണ്ണെ, എൻ്റെ ആങ്ങളെ കൊരങ്ങനെന്ന് വിളിച്ചാലുണ്ടല്ലോ എൻ്റെ ചോര തിളയ്ക്കും. അത് ശരി, അപ്പൊ എന്നെ മരംകൊത്തിന്ന് വിളിച്ചപ്പോൾ ഈ ചോര എവിടെ പോയിരുന്നു? ഓ, അപ്പൊ എല്ലാം കേട്ടു അല്ലേ? ചെവിയോർത്ത് കിടക്കുകയായിരുന്നു അല്ലയോടി? ആ കേട്ടു. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത് ഞാൻ കേട്ടു. മനുവേട്ടൻ്റെ വലിയ പ്രതീക്ഷയിലാണെന്നൊക്കെ. അലീനയുടെ മുഖം അപ്പോൾ പെട്ടെന്ന് മ്ലാനമായി. രേവതിക്കുട്ടി അവളുടെ താടിക്ക് പിടിച്ച് കുലുക്കി. എന്നിട്ട് ചോദിക്കുക, എന്തു പറ്റി? എനിക്കതിപ്പോ വലിയൊരു സങ്കടമാ മോളെ. പെട്ടെന്ന് രേവതിക്കുട്ടി അലീനയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ വിഷാദം കലർന്ന മിഴികളിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുക, എന്തിനാ ചേച്ചി സങ്കടപ്പെടുന്നത്? പപ്പ ഒരിക്കലും സമ്മതിക്കില്ല മോളെ. ഷേ, ഈ പപ്പയൊക്കെ എന്നാ ഉണ്ടായത്? അതിനു മുൻപേ മനുവേട്ടനെ ഇഷ്ടപ്പെട്ടതല്ലേ അലീന ചേച്ചി? കടപ്പാട്ടൂർ വീട്ടിലെ സെർവന്റ് മാത്രമായിരുന്നപ്പോൾ അലീന ചേച്ചിയെ സ്നേഹിക്കാൻ ഈ മനുവേട്ടൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല മോളെ. കൊല്ലപ്പള്ളി വീട്ടുകാരെക്കുറിച്ച് കേൾക്കുന്നത് പോലും വെറുപ്പാ പപ്പായ്ക്ക്. കടപ്പാട്ടൂരിന്ന് അച്ഛനോ രോഹിത്തോ കുളത്തുപുഴ വന്നാൽ പപ്പയുടെ മുഖഭാവം അങ്ങ് മാറും. ആ ബന്ധങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കണമെന്നാണ് പപ്പയുടെ ആഗ്രഹം. ആഹാ, അത് കൊള്ളാലോ. കേണലിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതാണോ മറ്റുള്ളവരുടെ ജീവിതം? കേണൽ വേണമെങ്കിൽ കേണലിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. അതിനുവേണ്ടിയാണല്ലോ ഭാര്യയും മക്കളെയും ഒക്കെ വല്ല നാട്ടിലും താമസിപ്പിച്ചിട്ട് കുളത്തുപുഴയിലെ ബംഗ്ലാവിൽ വന്ന് കിടക്കുന്നത്. അവിടെ ആകുമ്പോൾ ആരും ചോദിക്കാനില്ല. ആകെയുള്ളത് കുറെ പട്ടികളാ. അവയ്ക്ക് തീറ്റ കൊടുത്താൽ എപ്പോഴും വാലാട്ടി കാണിച്ചുകൊണ്ട് നിന്നോളും. രേവതിക്കുട്ടിയുടെ സ്വരത്തിൽ അമർഷം കലർന്നു. അപ്പോൾ അലീന വീണ്ടും പറയുകയാ, മോളെ, ഞാനിപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗമായില്ലേ? പപ്പയുടെ സംരക്ഷണയിലല്ലേ ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെയും വാക്ക് കേൾക്കുന്നയാളല്ല പപ്പ. ആരുടെ മുമ്പിലും തല കുനിക്കുകയുമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പപ്പ അത് സാധിച്ചു തരും. അത് എന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടല്ലേ മോളെ? അതിന് രേവതിക്കുട്ടി, അതിനേക്കാൾ സ്നേഹമില്ലേ മനുവേട്ടന് അലീന ചേച്ചിയോട്? പപ്പയേക്കാൾ മുമ്പേ സ്നേഹിച്ചു തുടങ്ങിയതും മനുവേട്ടനല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആർക്കാ മുൻഗണന? അലീന ഒരു വിഷാദത്തോടെ മന്ദഹസിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ മുൻഗണന വെച്ച് നോക്കിയാൽ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. പിന്നെ അച്ഛൻ, മനുവേട്ടൻ, രോഹിത്ത്. പക്ഷെ അങ്ങനെയൊക്കെയാണോ ശരിക്കും? ഇപ്പം എനിക്കെൻ്റെ പപ്പ കഴിഞ്ഞ ലോകത്ത് മറ്റാരുമുള്ളൂ. നിനക്കിപ്പോൾ ഞാനാണോ വലുത്? അല്ലെന്ന് എനിക്കറിയാം. അങ്കിളും ആൻറ്റിയും കഴിഞ്ഞേ എനിക്ക് സ്ഥാനമുള്ളൂ. നാളെ നീ ഒരു കല്യാണം കഴിച്ചാൽ ഭർത്താവായിരിക്കും നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആൾ. മറ്റുള്ളവരൊക്കെ പുറകിലായി പോവും. അങ്ങനെ തന്നെ വേണം. രേവതിക്കുട്ടി വിടാനുള്ള ഭാവമില്ല. അവൾ വീണ്ടും ചോദിക്കുകയാണ്, അല്ല, ഈ അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് ഇത് സമ്മതിച്ചാൽ എന്താ? പപ്പയ്ക്ക് അതിനേക്കാളൊക്കെ വലിയ കണക്കുകൂട്ടലുകൾ കാണും മോളെ. എനിക്ക് ഏറ്റവും നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രമേ പപ്പ ആഗ്രഹിക്കുകയുള്ളൂ.
കൊല്ലപ്പള്ളിക്കാരെ വെറുപ്പായതുകൊണ്ടായിരിക്കില്ല പപ്പയുടെ എതിർപ്പ്. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മകനല്ലേ മനുവേട്ടൻ. ക്രിസ്തീയ ആചാരമനുസരിച്ച് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചുകൂടാ. പപ്പയുടെ മനസ്സിൽ അതുകൊണ്ടായിരിക്കും. ഷേ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ചേച്ചി എന്തിനാ പാവത്തിന് പ്രതീക്ഷ കൊടുത്തത്? ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? നിനക്കും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് അല്ലേ? ആദ്യമൊക്കെ ഞാൻ പറഞ്ഞതാ മോളെ, എന്നെ അങ്ങനെ കാണരുത്, നടക്കില്ല എന്നെല്ലാം. എത്രയോ തവണ ഞാൻ വിലക്കി. പക്ഷേ ചേച്ചി ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണമായിരുന്നു. ഇതിപ്പോൾ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പോലെയല്ലേ? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ മോളെ? എന്നോട് അത്രയും സ്നേഹം കാണിക്കുമ്പോൾ അതിനെതിരെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? അലീനയുടെ വാക്കുകൾ ഗദ്ഗതത്തിൽ മുങ്ങി. ഏയ്, എന്താണിത്? അലീന ചേച്ചി കരയാണോ? ഛേ, കഷ്ടം. ഇത് കള്ളക്കരച്ചിലാ, കണ്ടാലറിയാം. നീ ഒന്ന് പോടി അവിടുന്ന്. അലീന കിടക്കയിലേക്ക് കിടന്ന് തലയിണയിലേക്ക് മുഖം കമിഴ്ത്തി. രേവതിക്കുട്ടിക്ക് കുറേ ഗുസ്തി പിടിക്കേണ്ടി വന്നു അവളുടെ മുഖം പിടിച്ച് നേരെയാക്കാൻ. എന്നിട്ട് അവൾ പറയുകയാ, ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യം ചേച്ചി ഉറപ്പിച്ചു, ഞാനും മാമച്ചനങ്കളും ആൻറ്റിയും അലീന ചേച്ചിയുടെ പക്ഷത്തേ നിൽക്കൂ. പിന്നെ കടപ്പാട്ടൂരെ അച്ഛൻ, രോഹിത്തേട്ടൻ, ബബിത, കൃഷ്ണമോൾ, ഞങ്ങളുടെയൊക്കെ പിൻബലം പോരെ അലീന ചേച്ചിക്ക് ധൈര്യം കിട്ടാൻ? പോരാ മോളെ, പപ്പ സമ്മതിക്കണം. പപ്പയെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യാനാണെന്ന് പറയണേ? ഈ കേണലിനെ മെരുക്കാൻ നീ ഇപ്പം എന്താ ഒരു വഴി? രാക്ഷസനെ മെരുക്കണമെങ്കിൽ ഒരു രാക്ഷസി തന്നെ വേണമല്ലോ. രേവതിക്കുട്ടി നഖം കടിച്ച് ആലോചനയിലാണ്ടു. മഴത്തോരും മുൻപേ എന്ന പരമ്പരയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും എല്ലാറ്റിലും ഉപരിയായി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.